മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ വെള്ളത്തിന്റെ അടിഭാഗം വിലയിരുത്തുന്നതിനുള്ള റോബോട്ടിക് പരിശോധന ആരംഭിച്ചു. 100 വർഷങ്ങൾക്ക് മേൽ അണക്കെട്ട് മുഖത്ത് അടിഞ്ഞുകൂടിയ ചെളിയും അണക്കെട്ടിൽ നിന്ന് അടർന്നു വീണ കല്ലുകളും പരിശോധനയ്ക്ക് വെല്ലുവിളിയാണ്. വെള്ളത്തിനടിയിൽ ഏതാനും മീറ്റർ താഴെ വെള്ളം കലങ്ങിയ നിലയിലായതിനാൽ ചിത്രങ്ങൾക്ക് വ്യക്തത കുറവുണ്ട്. അണക്കെട്ടിന്റെ സുരക്ഷയും ബലവും പരിശോധിക്കുന്നതിനായി റിമോട്ട് ഓപ്പറേറ്റിംഗ് വെഹിക്കിൾ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുകയാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച മേൽനോട്ട സമിതിയുടെ തീരുമാനപ്രകാരമാണ് പരിശോധന നടത്തുന്നത്. അണക്കെട്ടിന്റെ അടിത്തട്ടിലെ ദൃശ്യങ്ങൾ പകർത്തി ഘടനയിലുണ്ടായ മാറ്റങ്ങൾ, ചോർച്ച, മറ്റു ബലക്ഷയങ്ങൾ എന്നിവ കണ്ടെത്തുകയാണ് പരിശോധനയുടെ ലക്ഷ്യം. സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷനിലെ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത്. പരിശോധനയ്ക്കായി ഫ്രഞ്ച് നിർമ്മിത റോബോട്ടിക് യന്ത്രവാഹിനിയെ ഡൽഹിയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്. 1200 അടി നീളമുള്ള അണക്കെട്ടിനെ 100 അടി വീതമുള്ള 12 ഭാഗങ്ങളായി തിരിച്ചാണ് ആദ്യഘട്ട പരിശോധന. തുടർന്ന് അണക്കെട്ടിന്റെ മധ്യഭാഗത്ത് 10 അടി വീതമുള്ള ഭാഗങ്ങളായി തിരിച്ച് സൂക്ഷ്മ പരിശോധനയും നടക്കും. 12 മുതൽ 15 ദിവസം വരെ പരിശോധന നീണ്ടു നിൽക്കുമെന്ന് അധികൃതർ അറിയിച്ചു. 2011 സമാന രീതിയിൽ പരിശോധനയ്ക്ക് ശ്രമിച്ചിരുന്നെങ്കിലും സാങ്കേതിക തകരാറുകൾ മൂലം പരിശോധന നടന്നില്ല. ഇതിനു മുൻപ് നേവിയുടെ പരിശോധന നടത്താനുള്ള നീക്കവും തമിഴ്നാടിന്റെ എതിർപ്പ് മൂലം ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോഴത്തെ പരിശോധനയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അണക്കെട്ട് ശക്തിപ്പെടുത്തുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കും. ലൈഫ് മലയാളം ഇടുക്കി.